ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള അമേരിക്കൻ വിമർശനത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിപണിയിൽ ലഭ്യമായത് എന്താണോ അതാണ് നമ്മൾ പിന്തുടരുന്നത്. മാത്രമല്ല, നിലവിലെ ആഗോള സാഹചര്യങ്ങളും നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് വ്ളാഡിമിർ പുടിന്റെ യുക്രൈൻ യുദ്ധത്തിന് പണം നൽകുന്നതിന് തുല്യമാണെന്ന് വാദിച്ച് ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദം US ശക്തമാക്കിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും ഒരു വ്യാപാര കരാർ ഉറപ്പിക്കാനും ഡൊണാൾഡ് ട്രംപിന്റെ 25% പകരച്ചുങ്കം കുറയ്ക്കാനും ശ്രമിക്കുന്നതിനിടെ ഈ വാങ്ങൽ ഒരു അലോസരമുണ്ടാക്കുന്ന വിഷയമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ വലിയ ഊർജ്ജ ആവശ്യങ്ങളെ റൂബിയോ അംഗീകരിക്കുന്നുമുണ്ട്. ഉപരോധം നേരിടുന്ന റഷ്യ വലിയ വിലക്കിഴിവുകൾ നൽകുന്നതുകൊണ്ടാണ് ഇന്ത്യ അവിടെ നിന്ന് എണ്ണയും വാതകങ്ങളും വാങ്ങുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു മാർക്കോ റൂബിയോ നിലപാട് വ്യക്തമാക്കിയത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റു രാജ്യങ്ങളുള്ളപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്നും തുടർച്ചയായി എണ്ണ വാങ്ങുന്നതാണ് ട്രംപിനെ നിരാശപ്പെടുത്തുന്നതെന്നും റൂബിയോ പ്രതികരിച്ചു. ഈ പണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതും ട്രംപിന്റെ നിലപാടിന് കാരണമാണെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യക്ക് വലിയ നിലയിലുള്ള ഊർജ്ജ ആവശ്യങ്ങളുണ്ട്. മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി പെട്രോളും ഗ്യാസും കൽക്കരിയും വാങ്ങാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ട്. എന്നാൽ ഇന്ത്യ ഇത് വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപരോധത്തിലുള്ളതും വിലക്കുറവുള്ളതുമാണ്. ഉപരോധമുള്ളതിനാൽ ആഗോള വില നിലവാരത്തിൽ നിന്നും താഴ്ത്തിയാണ് പലപ്പോഴും റഷ്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധനീക്കത്തെ സുസ്ഥിരമാക്കുന്നു. ഇതാണ് ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം. ഇത് മാത്രമല്ല അസ്വസ്ഥതയുടെ ഘടകം. അവരുമായി സഹകരിക്കുന്ന മറ്റനേകം ഘടകങ്ങളും ഞങ്ങൾക്കുണ്ടെന്നും മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെതിരെ അമേരിക്കയടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ്, പക്ഷേ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന മനോഭാവത്തിൽ നിന്ന് പാശ്ചാത്യ ലോകം വളരേണ്ടതുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട പാശ്ചാത്യ വിമർശനങ്ങളോട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രതികരിച്ചിരുന്നു. ഇന്ത്യക്ക് അധിക താരിഫ് നിരക്ക് ചുമത്തുന്നതുമായി സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്രതികരണത്തിലും ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചിരുന്നു. സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നതെന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം ആഗ്രഹിക്കുന്ന സമയമാണിത്. എല്ലാം നന്നായല്ല പോകുന്നത്. അതിനാൽ ഇന്ത്യക്ക് 25% താരിഫും അധിക പിഴയും ചുമത്തുന്നു. ഇത് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അമേരിക്കയിലേക്ക് എത്തുന്ന 90 രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാനഡയുടെ പകരച്ചുങ്കം 25% നിന്ന് 35% ഉയർത്തിയത്. സിറിയയ്ക്ക് 41% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പകരച്ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ച 25% നിലനിർത്തി. പാകിസ്ഥാന്റെ തീരുവ 29% നിന്ന് 19% കുറച്ചു. പാകിസ്ഥാനുമായി എണ്ണ പരിവേഷത്തിന് അമേരിക്ക കരാർ ഒപ്പുവെച്ചതിനാലാണ് തീരുവ കുറച്ചതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന തീരുവ നേരിടുന്നത് ഇന്ത്യയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.